ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീറ്റ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ടേസ്റ്റിയാണ്, മക്കൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാവും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാക്കിയെടുക്കണം, നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇതുപോലെ നന്നായി കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് മാവിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടപ്പെടുത്ത് അതൊന്ന് അടച്ചു വെക്കാം, ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കടലമാവാണ്. 7 ടീസ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമായ ഉപ്പ് ചേർക്കാം, പച്ചമുളക് എരിവിന്, പിന്നെ കറിവേപ്പില. നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് അവൈലബിൾ ആണെങ്കിൽ അതും ചേർക്കാം. ഇനി ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒരു തിക്കല്ല ലൂസല്ല ഒരു മീഡിയം കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്റർ. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇനി ഈ ബാറ്റർ ഒന്നും കൂടി തിക്കായിട്ടുണ്ട്, അതൊന്ന് ലൂസാക്കി എടുക്കാം. ഇതാണ് കൺസിസ്റ്റൻസി, നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതിലേക്ക് ഇഞ്ചി, കറിവേപ്പില, 2 ബോയിൽ ചെയ്ത ഉരുളൻകിഴങ്ങ്, പിന്നെ പട്ടാണി. ഇതാണ് പട്ടാണി, പച്ച പട്ടാണിയാണിത്. അതുകൊണ്ട് അത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ ചപ്പാത്തി എടുത്ത് കൈ കൊണ്ടൊന്ന് റോൾ ചെയ്ത് നമുക്ക് ഓരോ ബോൾസാക്കി പരത്തിയെടുക്കാം. ഞാനിവിടെ പരത്താനായിട്ട് ഉപയോഗിക്കുന്നത് മൈദപ്പൊടിയാണ്. ഇങ്ങനെ പരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് കൈ കൊണ്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം, ഇതുപോലെ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ട്രയാങ്കിൾ രൂപത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായി നമ്മൾ ബാറ്ററിലൊന്ന് മുക്കി കൊടുക്കണം. ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഒരു മീഡിയം ബ്രൗൺ ആയാൽ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഈ കളറായാൽ നമുക്ക് ഒന്ന് വറുത്ത് കോരി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാ ഇൻഗ്രീഡിയൻസും മുമ്പേ തന്നെ റെഡിയാക്കിയാൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് മറ്റുള്ളവരിൽ എത്തണമെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.